നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഓൾഡ്, അതായത് ഒരു 6 മാസം വരെ പഴക്കമുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റേറ്റ് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. എല്ലാ പ്രൊഡക്റ്റും വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് പ്രൂവ് നടത്താൻ, അതായത് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് വ്യക്തത വരുത്താവുന്നതാണ്. എല്ലാ ഐറ്റംസിനും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഒരു വിലയിട്ട് ഈ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. നമ്മൾ ഒരു വില പറയുന്നില്ല, നിങ്ങൾ കസ്റ്റമറാണ് ഈ ഐറ്റംസിനെല്ലാം വില പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്ന കുറച്ച് ഓൾഡ് ഐറ്റംസ് നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില നിങ്ങൾക്ക് ഇതിന് പറയാം. ഈ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് HDMI to AV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺവേർട്ടറാണ്. ഇതിൽ ഒരുപാട് കൺവേർട്ടർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ HDMI to AV കൺവേർട്ടർ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് HDMI പോർട്ടിൽ ഇവിടെയാണ് HDMI പോർട്ട് വരിക. ഈ HDMI പോർട്ട് ഇവിടെ കണക്ട് ചെയ്ത്, അതായത് നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ CRT TV ആണെങ്കിലും നിങ്ങൾക്ക് വരുന്ന വീഡിയോ ദൃശ്യം HDMI പോർട്ട് വഴിയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് CRT TVയിൽ ഒരിക്കലും HDMI പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം TVകൾ HDMI പോർട്ടില്ലാത്ത TVകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. HDMI to AV ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HDMI പോർട്ട് ഇവിടെ കൊടുക്കാം. അതിനുശേഷം HDMI കേബിൾ ഇവിടെ കൊടുത്ത ശേഷം ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് AV ഔട്ടാണ്. അതായത് നിങ്ങളുടെ TVയിലേക്ക് പറ്റിയ CRT TVയിലേക്ക് പറ്റിയ വീഡിയോ ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് വരുന്ന പോർഷൻ ആയില്ല, ഇതാണ് ഔട്ട് വരിക. ഈ ഔട്ട് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ TVയിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് HDMIയിൽ വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ TVയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 2 ഓപ്ഷൻ പാള് NTSC എന്നുള്ള 2 മോഡുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ. ഇത് വീഡിയോയുടെ മോഡുലേഷനാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് USB പവർ എന്നൊരു കേബിൾ വരുന്നുണ്ട്. ഈ കേബിൾ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിന് കൊടുക്കേണ്ട പവർ കൊടുക്കേണ്ട കേബിളാണിത്. ഇത് നിങ്ങൾക്ക് ഒരു മൊബൈൽ ചാർജറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. ഇതിൻ്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾ ആമസോണിലും മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ ഓൺലൈൻ വെബ്സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ HD എന്നാണ് കാണുന്നത്, ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇതിനൊരു ഗുണമേന്മ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇതിനൊരു വിലയിടാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ്, ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫി എടുക്കുന്നവർക്ക്, നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ഈ ഡിവൈസ് നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്തുമായിട്ട് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫോണിൽ കണക്ട് ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ ഫോണിൽ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ സ്റ്റാർട്ട് ആവുകയും ഫോൺ നിങ്ങൾ ദൂരത്തെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ ദൂരത്തെ, നിങ്ങൾ ഫോൺ മാത്രമല്ല ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ള ഏത് ഡിവൈസും കണക്ട് ചെയ്യാം. നിങ്ങളുടെ ക്യാമറ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ ദൂരത്തെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ദൂരത്ത് നിൽക്കുന്ന ക്യാമറയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാധ്യമപ്രവർത്തകർ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. അപ്പം ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനോ പൗസ് ചെയ്യാനൊക്കെ ഈ 2 ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഡിവൈസാണിത്. ഇതാണ് ഇതിൻ്റെ പേര്, റിമോട്ട് ഷട്ടർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണം. ഇത് ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ജസ്റ്റ് ചെറിയൊരു ബാറ്ററി അതിനുണ്ടാവുക. ഞാൻ ഓൺ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ വില എന്താ എന്നുള്ളത് നിങ്ങൾ ഓൺലൈൻ സൈറ്റിൽ നോക്കുക. നിങ്ങൾക്ക് ഇത് ഗുണകരമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിലയിട്ടിട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് എനികാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. എന്താണ് എനികാസ്റ്റ് എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മുടെ ഫോണിലുള്ള ദൃശ്യങ്ങൾ, ഫോണിൻ്റെ ഡിസ്പ്ലേ എനികാസ്റ്റ് എന്ന ഈ ഡിവൈസിലേക്ക് എത്തിക്കുകയും ഈ ഡിവൈസിൽ നിന്നും ആ എനികാസ്റ്റിലെ ദൃശ്യം, അതായത് ഫോണിലെ ഡിസ്പ്ലേ ദൃശ്യങ്ങൾ ഈ HDMI പോർട്ട് വഴി നിങ്ങളുടെ TVയിലേക്ക് എത്തിക്കുന്ന വിദ്യയാണ്. നിങ്ങളുടെ ഫോണിലുള്ള ദൃശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഫോണിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു വൈഫൈ എനേബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് എനികാസ്റ്റ് എന്ന് പറയുന്നത്. കോംകാസ്റ്റ്, എനികാസ്റ്റ്, ആമസോണിൻ്റെ ഒരുപാട് സ്റ്റിക്കുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്റ്റിക്കാണിത്. അപ്പോൾ ഈ എനികാസ്റ്റ് എന്ന ഈ സ്റ്റിക്കിലേക്ക് എത്തിക്കുകയും ഈ സ്റ്റിക്കിൽ നിന്നും HDMI പോർട്ട് വഴി നിങ്ങളുടെ TVയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഇനി HDMI പോർട്ട് ഇല്ലാത്ത TV ആണെങ്കിൽ, ഇപ്പോൾ HDMI പോർട്ട് ഇല്ലാത്ത സാധാരണ ലോക്കൽ TV, CRT TV ആണെങ്കിൽ ഈ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്താൽ ഈ ഡിവൈസിൻ്റെ ഔട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CRT TVയിലേക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കാണാം. മിറാകാസ്റ്റ് അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഐഫോൺ വഴിയും ഇത് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു അഗ്രം, ഇത് നിങ്ങൾക്ക് 5 വോൾട്ടും നമ്മൾ സാധാരണ മൊബൈൽ ചാർജറിൻ്റെ പിന്ന് ഊരിയിട്ട് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ എന്ത് സംഭവിക്കും, ഈ ഒരു ഡിവൈസിന് വേണ്ട ചാർജ് അല്ലെങ്കിൽ ബാറ്ററി ചാർജ് അല്ലെങ്കിൽ ഇതിന് വേണ്ട എനർജി ഈ ഒരു പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. TVൻ്റെ എൻ്റെ USB പോർട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ വൈഫൈ ആൻറ്റി, അതായത് ഇതിലേക്ക് വയർലെസ് ആയിട്ടാണ് നമ്മുടെ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അത് റിസീവ് ചെയ്യുന്ന വൈഫൈ ആൻറ്റിനയാണ്. ഇത് മാക്സിമം നമ്മൾ ഉയരത്തിലേക്കോ നമ്മൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് TVയിൽ കൊടുത്താൽ ഇത് ഓൺ ആവും, ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഇപ്പോൾ ഇതിൽ നിന്നൊരു വൈഫൈ, അതായത് വൈഫൈ ഇതിൽ നിന്ന് പുറപ്പെടുന്ന വൈഫൈ സിഗ്നലുകൾ നമ്മുടെ ഫോണിലെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഡിവൈസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. എനികാസ്റ്റ്, ക്രോംകാസ്റ്റ്, മിറാകാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട്. അപ്പം അത്തരം കാസ്റ്റ് ആപ്പുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ഡിസ്പ്ലേ ദൃശ്യങ്ങൾ, ഫോണിൻ്റെ ഡിസ്പ്ലേ ദൃശ്യങ്ങളും അതേപോലെ തന്നെ ഓഡിയോ ശകലങ്ങളും എല്ലാം
വയർലെസ് വഴി ഈ ഒരു ഡിവൈസിലെത്തും. ഈ ഡിവൈസിൽ നിന്ന് നമ്മൾ ടി വി, അപ്പോൾ നമ്മുടെ ടി വിയിലേക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയും ശബ്ദ ദൃശ്യങ്ങളും ശബ്ദ ഗാംഭീര്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ എത്ര ദൂരത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ദൃശ്യങ്ങൾ നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു എനികാസ്റ്റിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വിലയും നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയാൽ മനസ്സിലാകും, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ വില എന്താണ് എന്നത് നിങ്ങൾക്ക് തന്നെ ഈടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആര് അധികം വില തരുന്നോ അവർക്ക് ഈ പ്രൊഡക്റ്റ് സെയിലാവുന്നതായിരിക്കും. മറ്റ് ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈസി ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണിത്. ഈസി ക്യാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈസി ക്യാപ്പ് അതായത് നമ്മുടെ റെസീവറിൽ നിന്ന് വരുന്ന AV ഔട്ട്, വീഡിയോ ഔട്ട്, ഇതിനെ നമുക്ക് കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിലും അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്കും എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഫോണിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. ഈസി ക്യാപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ മനസ്സിലാക്കും. ഇതാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് AV നിങ്ങളുടെ, അതായത് ഈ പോർട്ടിലേക്ക് നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിൽ നിന്ന് വരുന്ന AV ഔട്ട്, നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിൽ നിന്ന് വരുന്ന AV ഔട്ട് വീഡിയോയും ഓഡിയോയും യഥാക്രമം ഈ ഒരു കേബിൾ കണക്ട് ചെയ്യാം. ഈ കേബിളിലൂടെ ഈ നിങ്ങളുടെ റിസീവറിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ശകലങ്ങൾ ഈ കേബിളിലൂടെ വന്ന് ഈ ഒരു ഈസി ക്യാപ്പിൻ്റെ ബോർഡിലെത്തുന്നു. ഈസി ക്യാപ്പിൽ നിന്നും ഈ ഒരു പോർട്ട്, ഇതൊരു USB പോർട്ടാണ്. ഈ പോർട്ടിലൂടെ നമുക്ക് ഔട്ട് എടുക്കാൻ കഴിയും. ഈ പോർട്ടിലൂടെ നിങ്ങൾക്ക് ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇത് ഈ നേരിട്ട് കണക്ട് ചെയ്യും. ഇതിപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർട്ട് നേരെ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസീവറിലുള്ള ദൃശ്യങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. പക്ഷേ നേരത്തെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു OTG ഇവിടെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു OTG കേബിൾ കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമാണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ഈ ഒരു USB എന്ത് ചെയ്യും, നിങ്ങൾ ഇൻസേർട്ട് ചെയ്യും. അതിൻ്റെ മറ്റേ അഗ്രം, ഇത് ചെറിയ പിന്നുള്ള അഗ്രമാണ്. ഈ അഗ്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ കോയിൽ മറ്റ് ടൈപ്പ് C ടൈപ്പ് പോർട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള OTG ഉണ്ടാവും. ഇത് നോർമലി വരുന്ന ഒരു ഫോണിൻ്റെ പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ പോർട്ടിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്താൽ നിങ്ങളുടെ റിസീവറിലുള്ള ദൃശ്യങ്ങൾ, നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിലെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണിൽ, മൊബൈൽ ഫോണിൽ കാണാനും ആ ദൃശ്യങ്ങൾ കോപ്പി, അതായത് അതിൻ്റെ വീഡിയോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോപ്പി എടുക്കാനും, അതായത് നിങ്ങൾക്ക് ആ വീഡിയോ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനും നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിലെ ദൃശ്യങ്ങൾ, ചാനൽ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി എടുക്കാനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഈ ഒരു OTG കേബിൾ അഡീഷനായിട്ട് നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഒന്നുമില്ല, ഏത് മൊബൈൽ ഷോപ്പിലും കിട്ടും ഈ OTG കേബിൾ. ഇവിടെ USB പോർട്ടായിരിക്കും. ഇനി അങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള പോർട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ C ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള OTG നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഈസി ക്യാപ്പ് കൊണ്ടുള്ള. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ ഇതിൻ്റെ വില എന്താ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന് സ്പെഷ്യലായിട്ട് കറണ്ട് ആവശ്യമില്ല. ഓൾറെഡി ഇത് കണക്റ്റ് ആവുന്ന സമയത്ത് തന്നെ ഇത് വർക്കിംഗ് തുടങ്ങുകയാണ് ചെയ്യുക. ഇതിന് സ്പെഷ്യലായിട്ടൊരു കറണ്ട് കൊടുക്കേണ്ട ആവശ്യം ഇതിന് വരുന്നില്ല. ഇതാണ് മറ്റൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില പറയാം, നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കും. മറ്റൊന്ന് സോളിഡിൻ്റെ SF212 എന്ന് പേരുള്ള ഒരു DB മീറ്ററാണ്. ഈ DB മീറ്റർ നിങ്ങൾക്ക് ജസ്റ്റ് സിഗ്നൽ, സാറ്റലൈറ്റ് സിഗ്നൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, സിഗ്നൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീറ്ററാണ്. ഇതിനും നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിന് ഇതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് സോളിഡ് സൈറ്റുകൾ വിൽപ്പന നടത്തുന്ന ഒരു മീറ്ററാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. അത് പിന്നെ വരുന്നത് നമുക്ക് കാണാം, ഒരു റിസീവറാണ്. ഈ റിസീവർ എയർടെൽ എന്ന കമ്പനിയുടെ റിസീവറാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലോട്ട് നമ്മൾ കണക്ഷൻ മാറ്റി തരും. ഇത് നിങ്ങളുടെ പേരിലോട്ട് നിങ്ങൾക്ക് റിമോട്ടും ചാർജറും ബോക്സും അടക്കം നിങ്ങളുടെ പേരിലോട്ട് ഈ ഒരു കണക്ഷൻ ഞങ്ങൾ മാറ്റി തരുന്നതായിരിക്കും. എയർടെലിൻ്റെ ഒരു അടിപൊളി റിസീവർ തന്നെയാണ് ഇത്. ഇതിൽ ഈ കണക്ഷൻ മാറ്റി തരും. നിങ്ങൾക്ക് തുച്ഛമായ രീതിയിൽ ഈ ഒരു വർക്കിംഗ് കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് വർക്കിംഗ് കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം ആ ഒരു ചെക്കിങ്ങിന് ശേഷം നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇതാണ് മറ്റൊരു പ്രൊഡക്റ്റ്. ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടതെല്ലാം പഴയ ഓൾഡ് പ്രൊഡക്റ്റുകളാണ്. ഇതിൻ്റെ എല്ലാം ഒരു 1-2 പീസ് കോപ്പികൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനേറെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചീപ്പ് റേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ നമ്മൾ സെയിൽ ചെയ്യുന്ന പുതുതായി വന്ന കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഡൈസിക് സ്വിച്ച് ആണ്. ഡൈസിക് സ്വിച്ച് നമുക്കറിയാം 4x1 4 സാറ്റലൈറ്റ് സിഗ്നലുകൾ ഒരു റിസീവറിലേക്ക് കൊടുക്കാനുള്ള ഒരു അടിപൊളി ഡൈസിക് സ്വിച്ച് ആണ് ഈ വരുന്നത്. ഇത് ഫ്രഷ് പീസാണ്. ഇത് നിങ്ങൾക്ക് ഫ്രഷ് റേറ്റ് തന്നെ വരും. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്ത ഒന്നാണ് റിമോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ റിമോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സോളിഡിൻ്റെ ഒറിജിനൽ റിമോട്ടാണ്. ഈ റിമോട്ട് നിങ്ങൾക്ക് സോളിഡിൻ്റെ ബോക്സുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒറിജിനൽ റിമോട്ടാണ്. OVT എന്ന് പറഞ്ഞ റിമോട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അപ്പോൾ ഈ OVT റിമോട്ടിന് പകരവും നിങ്ങൾക്ക് ഈ റിമോട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. സോളിഡിൻ്റെ ബോക്സുകളിൽ വർക്ക് ചെയ്യിപ്പിക്കാം. അത് ഏതൊക്കെ ബോക്സിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ പരിചയപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കേടായിട്ടുള്ള റിമോട്ടിന് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ നമുക്ക് ആ സൈസിലുള്ള റിമോട്ട് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെൻഡ് കൊറിയറായിട്ട്, ഇതെല്ലാം കൊറിയറായിട്ട് നിങ്ങൾക്ക്
സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. കൊറിയറായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് സെൻഡ് ചെയ്തതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ ബന്ധപ്പെടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ കാണുന്ന ഫേസ്ബുക്ക് പേജിൻ്റെ SUGEM HD എന്നുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ ഈ വീഡിയോയിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ URL ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം നമ്മൾ ഒരുക്കി തരും. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ഒരുക്കി തരും. ഇതൊക്കെ ഫ്രഷ് പീസുകളാണ്, സെക്കൻഡ് ഹാൻഡ് അല്ല, ഇതൊക്കെ ഫ്രഷ് പീസുകളാണ്. അപ്പോൾ സോളിഡിൻ്റെ ഇത്തരത്തിലുള്ള റിമോട്ട് OVT ഈ റിമോട്ട് അതിന് പകരമുള്ള സോളിഡ് റിമോട്ട് ഇതൊക്കെ ഒന്ന് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ബോർഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചില A6 റിസീവറുകളിൽ A6ൻ്റെ റിസീവറിൽ നമുക്കറിയാം ഈ ഹലോ ബോക്സിംഗ് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ ചില റിമോട്ടുകൾ പേരാവില്ല. അവിടെ ഒരു പക്ഷേ ഈ സോളിഡിൻ്റെ അല്ലെങ്കിൽ OVTയുടെ റിമോട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു റിമോട്ടാണ് ഇത്. മറ്റൊരു ഫ്രഷ് റിമോട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ പുതിയ റിമോട്ടാണ്. ഇത് NK ബോർഡുകൾക്ക് യൂസ് ചെയ്യുന്ന ഒരു റിമോട്ടാണ്. നിങ്ങളുടെ ബോർഡ് ഏതാണെന്ന് പറഞ്ഞു തന്നാൽ അനുസരിച്ചുള്ള റിമോട്ട് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും, സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. കൊറിയർ ചാർജ് ഉൾപ്പെടെ വില വരുന്നുണ്ട്. പകരിയ അതേപോലെ തന്നെയുള്ള ചാമ്പ്യൻ ഒക്കെ പോലെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് ബോക്സുകൾക്ക് പകരിയയ്ക്കും വിസോണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റിമോട്ടാണ് ഇത്. അത്തരത്തിലുള്ള റിമോട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ റിമോട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റിമോട്ടുകളുണ്ട്, അതുപോലെ തന്നെ IB റിമോട്ടുകളുണ്ട്, ഒക്കെ കാണിക്കുന്നില്ല. അപ്പോൾ റിമോട്ടുകൾ ഒരുപാട് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫേസ്ബുക്ക് പേജുമായി ദയവായി കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കൃത്യതയോടുകൂടി DTDC കൊറിയർ വഴി നിങ്ങൾ വീട്ടിൽ എത്തിക്കുന്നവരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ വാങ്ങുകയാണ്. മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്, തുച്ഛമായ രീതിയിൽ ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അതായത് യൂസർ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ GTMയുടെ പ്രൊഡക്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു, അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സെയിലായി പോവുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡ് ഐറ്റംസുകൾ, അപ്പോൾ ലോ കോസ്റ്റിൽ കിട്ടുന്ന ബ്രാൻഡ് ഐറ്റംസുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുത്തൻചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏറ്റവും അതിലേക്കും ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇവിടെ വാങ്ങുകയാണ്. സൈനിങ് ഓഫ്.